Anyway, hi guys, welcome back to my YouTube channel. ഇന്ന് എൻ്റെ 25th ബർത്ത്ഡേ ആണ്. ഐ എം ഗോയിങ് ടു സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം ഗൈസ്. റെഡിയായി. വലിയ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. നോ സെറം, നോ ഫൗണ്ടേഷൻ, നോ പൗഡർ, നോ പൊട്ടി, ഒന്നുമില്ല. ഓൺലി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു പൊട്ടും കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണമെന്നതിന് മാത്രം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അമ്പലമല്ല കേട്ടോ, കാവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള കാവാണ് കേട്ടോ, ദേവീക്ഷേത്രമാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതേ അമ്മ ജോലിക്ക് പോകണം, അമ്മേനെ കണ്ടു. അങ്ങനെ നമ്മൾ കാവിലെത്തി. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കാവിലെത്തി, അവിടെ കയറി പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വെല്ലുവിന് ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാനിന്ന് ലീവാണ്, അപ്പോൾ വെല്ലു ജോലിക്ക് പോകണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇന്ന് ഇടിയപ്പമുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്, ആൻഡ് ചിക്കൻ കറിയുണ്ട്. ബർത്ത്ഡേ ആയിട്ട് ചിക്കൻ കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവർക്ക് ചിക്കൻ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. അവൻ പോകാനായിട്ട് തിരക്കിട്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആൾ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ ചച്ച ബൈ ബൈ പറഞ്ഞ് അവൻ ജോലിക്ക് പോയി. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുന്നത്. എല്ലാവരും വർക്കിനൊക്കെ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു, ഇന്നിങ്ങനെ പീസ് റെസ്റ്റ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. സോ ബ്ലെസ്ഡ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. പക്ഷേ കുറച്ച് ഗിഫ്റ്റ് കിട്ടും, അതാണ് എൻ്റെ മെയിൻ സന്തോഷം. എനിക്ക് ഗിഫ്റ്റ് വേണം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഗിഫ്റ്റ് കേട്ടാ, ഗിഫ്റ്റിനേക്കാൾ കൂടുതലിങ്ങനെ നമ്മളായിരിക്കുമല്ലോ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ എനിക്ക് കുറേ വിഷസ് കിട്ടി. ഞാനതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇരുന്ന് ചെയ്തു. അതുപോലെ വാട്സപ്പിൽ ഓരോരുത്തർ സ്റ്റാറ്റസും അതുപോലെ മെസ്സേജസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തു. ഞാൻ ഇടയ്ക്കൊക്കെ വിട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ട് ഇന്ന് ഞാൻ ഇരുന്ന് അങ്ങോട്ട് മെസ്സേജ് അയക്കില്ലായിരുന്നു. കുത്തിയിരുന്ന് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുത്തു. എല്ലാവരും സ്റ്റോറി ഇട്ടത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഞാനും തിരിച്ച് സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഞാനൊരു ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ മുതൽ, ഒരാഴ്ചയല്ല ഒരു മാസം മുന്നേ മുതൽ ഞാൻ തുടങ്ങും. എൻ്റെ ബർത്ത്ഡേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. എൻ്റെ പിറന്നാളാണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് വെഡിങ് ആനിവേഴ്സറി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വലിയൊരു സ്റ്റാറ്റസൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര കുറച്ച് ക്രഞ്ചിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ശ്രദ്ധിക്കണേ, ബർത്ത്ഡേ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ബർത്ത്ഡേ വിഷ് അയക്കുക. എല്ലാവരും കമൻറ്റായിട്ട് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസൊക്കെ ഇടാം. എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. അത് ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറയാനാണ് വന്നത്. ശരിക്കും എൻ്റെ സന്തോഷം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. ഇന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേ ഒക്കെ ആണല്ലോ, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. മടിയാണോ എങ്ങനെയാണ് എന്തുവായത്, മടിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം, ചെയ്യും. എനിക്കതിൻ്റെ സന്തോഷം പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അറിയില്ലെന്ന് പറഞ്ഞു തരാം. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്, വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തതിൽ എല്ലാവർക്കും താങ്ക് യു. സ്നേഹം മാത്രം. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കണം. ആക്ച്വലി എനിക്കങ്ങനെ വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. ഞാനിവിടെ എനിക്കൊരു മെഷീനുണ്ട്, പിന്നെ കുറച്ച് തുണിയൊക്കെ ഞാനിവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഇതെന്തായത്, അതൊക്കെ ഞാനിങ്ങനെ പയ്യെ ഇരുന്ന് ഓരോ രീതിക്കൊക്കെ അങ്ങ് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ തയ്ക്കും. അങ്ങനെ വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് തയ്ക്കാമെന്ന് വിചാരിച്ചു. മെനയാവുകയാണെങ്കിൽ അത് ഇടാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കും. മടി പിടിച്ചിരിക്കുവാണെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആണെങ്കിൽ ഇവിടെ കറണ്ടില്ല, അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അങ്ങനെ ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴത്തേനും തക്കു വന്നു. അപ്പോൾ ഞാനും തക്കും കൂടി നമ്മുടെ ആലുവയിൽ മെട്രോ സ്റ്റേഷൻ്റെ അകത്തുള്ള മക്ഡൊണാൾഡ്സിൽ പോയി. അവൾക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ അടിച്ചു.
നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ബർഗർ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കേട്ടോ, ഉയർ നൻപൻ എന്നൊക്കെ പറയണ പോലെ. എൻ്റെ കൂട്ടുകാരനാണ്, അനിൽ എന്നാണ് പേര്. അവൻ എന്നെ ട്രെൻഡ്സിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗിഫ്റ്റ് മേടിച്ച് തരാനാണെന്നുള്ളത്. അങ്ങനെ അവൻ എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു തന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ട് നമ്മുടെ ആലുവയിൽ തന്നെയുള്ള അൽത്താസയിൽ പോയി ഷവർമ കഴിക്കാൻ പോയി. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതായിരുന്നു, ഞാൻ കഴിച്ചില്ല. അങ്ങനെ വൈകിട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ തിന്നണം, അതെനിക്ക് നിർബന്ധം, പണ്ട് പോലുള്ള ശീല. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോഞ്ചേട്ടൻ ഉണ്ടായി, അമ്മ ഉണ്ടായി, സുജി ചേച്ചി, അമലു എല്ലാവരും ഉണ്ടായിരുന്നു, വാമു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും എനിക്ക് കേക്കൊക്കെ തന്നു. പിന്നെ ഞാനും കുറച്ച് കേക്ക് കഴിച്ചു, വാമുവിന് കുറച്ച് കേക്കൊക്കെ കൊടുത്തു. പിന്നെ എനിക്ക് കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞു മാത്രം ഉണ്ടായിരുന്നില്ല, അവൻ ജോലിക്ക് പോയത് കാരണം അവൻ മാത്രം ഉണ്ടായില്ല. അവനെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷീണം അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെയും കേക്കൊക്കെ കുറച്ച് നേരം കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് നേരെ പോയത് നമ്മൾ സൂഫി മന്തിയിലേക്ക് കേട്ടോ. നമ്മുടെ ആലുവ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, മുട്ടത്തുള്ള സൂഫി മന്തിയിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അൽഫാം, അതുപോലെ മന്തി, അങ്ങനെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. ഹണി അൽഫാമിൻ്റെ ഒരു എന്താ പറയുക, മന്തി ഉണ്ടായിരുന്നു, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വന്നു. ഫുഡ് ഇതാണ് ഗൈസ്, ഫുഡ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇതിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമുണ്ടായില്ല, അത്രേ ഉള്ളൂ, വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, കുറച്ചേ കഴിച്ചുള്ളൂ. എനിക്കെന്തോ കഴിക്കാനൊരു മൂടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പേടിച്ച് പോകും, പക്ഷേ നിങ്ങൾ പേടിക്കരുത് കഴിച്ച്, ഞാനിത് മൊത്തമൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ചിക്കനും കുറച്ച് റൈസും എടുത്തോളൂ. റൈസ് കുറച്ചെടുത്തോളൂ ഇത്തവണ. ചിക്കൻ കുറച്ച് കൂടുതൽ കഴിക്കാമെന്ന് വെച്ചു, പ്രോട്ടീനാണല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു സിനമൺ ടീ ഉണ്ട് കേട്ടോ. സിനമൺ ടീ ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സിനമൺ ടീ. ഇവിടുത്തെ ഫുഡിനേക്കാളും എനിക്കിഷ്ടം അവിടുത്തെ സിനമൺ ടീ ആണ്. ഞാൻ 2-3 ഗ്ലാസ് കുടിച്ചു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. എല്ലാവരും ഓരോ വഴിക്ക് പോകട്ടോ, അവരവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീടെത്തി ഇനിയിപ്പോൾ കിടന്നുറങ്ങുകയാണ്. അടുത്ത ബർത്ത്ഡേ വരെയുള്ളൊരു കാത്തിരിപ്പാണ്. സോ ഗൈസ്, അപ്പം ഇന്നത്തെ ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ബർത്ത്ഡേ വരെയുള്ളൊരു കാത്തിരിപ്പായിരിക്കും. ഐ എം സോ ഹാപ്പി ആൻഡ് ഗുഡ് നൈറ്റ്.